പുറത്തുനിന്ന് ഞങ്ങൾ വരുമ്പോ ഒരു 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 തയ്യ വാങ്ങിക്കുന്നേ. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പം വേരുണ്ടാവും. ഈ വേര് നമ്മൾ ഇവിടവും കണ്ടിച്ചിട്ട് ഇത് കുഴി കുത്തി. സ്ട്രോബെറി ഫാം ഫ്രീ വിസിറ്റ് ആണേ. എന്തൊക്കെയുണ്ട് ഇവിടെ? സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറിയുടെ ജാം ഉണ്ട്, സ്ട്രോബെറിയുടെ വൈൻ ഉണ്ട്. ഇത് ഒരു ബോക്സ് 150 രൂപ. ഇത് ജാം 1/4 കിലോയാണ് 100 രൂപ. 100 രൂപ 1/4 കിലോ 100 രൂപ. അതെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലാണ്. വട്ടവടയിൽ സ്ട്രോബെറി തോട്ടത്തിലാണ് കേട്ടോ. സ്ട്രോബെറി തോട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പൊ സീസൺ അല്ലെങ്കിലും ഒരുപാട് സ്ട്രോബെറി നല്ല പഴുത്തിപ്പോണ്ട്. അപ്പൊ അതിന്റെ ഓണറായ ചേച്ചി ഇവിടെ പോകണം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ? നമസ്കാരം. പേരെന്തോ? ജയക്കുടി. ഞാനിപ്പോ വട്ടവടയിൽ വന്നപ്പോ ഫ്രീ വിസിറ്റ് അല്ലേ? ഫ്രീ വിസിറ്റ് സെയിലും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് ഈ സ്ട്രോബെറിയുടെ ഒരു സീസൺ? ഡിസംബർ ടു മാർച്ച് വരെയാണ് സീസണ്. ഇപ്പൊ സീസൺ അല്ല. നമുക്ക് സീസൺ ഉള്ള സമയത്ത് ഭയങ്കര മുഴുത്ത പഴമായിരിക്കും. ഇപ്പൊ സീസൺ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ട്രോബെറിയുടെ അത്ര വലിപ്പം. ഇതിനെക്കാട്ടിലും വലിപ്പമായിരിക്കും. ഇത് തന്നെ വലിപ്പമാണെങ്കിൽ ഇതിനെക്കാട്ടിലും വലിപ്പമായിരിക്കും. ഈ കൃഷിയുടെ ഒരു രീതി എങ്ങനെയാ? നമ്മള് ഒരു തൈക്ക് നമ്മൾ പൂന അവിടെ നിന്നൊക്കെയാണ് തൈ വരുത്തുന്നത്. ഒരു തൈക്ക് 20 രൂപയാവും ഇവിടെ വന്ന് എത്തിച്ചേരുമ്പത്തേനും. അപ്പൊ നമ്മള് വന്ന് ഇവിടെ ഇടണമെങ്കിൽ ആദ്യം നമ്മൾ മണ്ണ് ഉഴുത് മറിച്ചിട്ടിട്ട് ആദ്യം ഇങ്ങനെ മണ്ണ് കയറ്റിവിടും. മണ്ണ് കയറ്റിയിട്ടിട്ട് അത് കഴിഞ്ഞാണ് ഈ ഷീറ്റ് വിരിക്കുന്നത്. ഈ ഷീറ്റ് വിരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരടി അകലത്തില് ഹോളിട്ടിട്ട് ആ ഹോളില് തൈ വെക്കുക. ഇവിടെ വന്യമൃഗ ശല്യമല്ലോ? ഉണ്ട്. മൃഗങ്ങളുടെ ആനയില്ല, മറ്റു മൃഗങ്ങളുടെ ശല്യമുണ്ട്. അതിനാണ് ഈ ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും വലുതാണോ? ഇത് വലുതാണ്. ഇപ്പോൾ ഉള്ളതില് ഇത് സീസൺ അല്ലാത്ത കാരണം ഇത് വലുതാണ്. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ റേറ്റ് നമ്മുടെ ഈ ഒരു വട്ടവടയിലെ മാർക്കറ്റ്? ഇത് ഒരു ബോക്സിന് 150 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഒരു ബോക്സ് 150. എത്ര പീസ് വേണമായിരിക്കും? അതില് 10-15 എണ്ണം കാണും. കൂടും. അല്ല, സീസൺ അല്ലാത്തതുകൊണ്ട് പുളിയോ അങ്ങനെ വ്യത്യാസം? ഇല്ല, സീസണിനും മധുരത്തിനും അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല. എപ്പോഴും ടേസ്റ്റ് ഒന്ന് തന്നെയായിരിക്കും. ഡെയിലി വിളവെടുക്കുമോ? എന്നും എടുക്കുന്നുണ്ട്. ഇത് സീസൺ ആകുമ്പോ എല്ലാം നിറച്ചും സ്ട്രോബെറി ആയിരിക്കും. അതെ. ഇതിപ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ. ഇതിന് ഈ മറ്റുള്ള കൃഷിയിലോട്ട് ഈ പരാഗണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഉണ്ട്. നമ്മള് അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഉണ്ടോ അതോ അല്ലാതെ? നമ്മള് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് തേനീച്ച കൃഷിയുണ്ട്. തേനീച്ച ഓരോ പെട്ടികളായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. തേനീച്ച പെട്ടികൾ ഇവിടെ ഉണ്ടല്ലേ? തേനീച്ചയുണ്ട്. അതിപ്പോ ഒരാഴ്ച കൂടെ കഴിയുമ്പോ തേൻ എടുക്കാം. നമ്മൾ സ്ട്രോബെറി കൃഷിയൊക്കെ ചെയ്യുമ്പോ ഇതേപോലെ തേനീച്ചകളെ നമ്മൾ തന്നെ ഇതിനു വേണ്ടി ചെയ്യുന്നതല്ലേ? ഇതിനു വേണ്ടി നമ്മളവിടെ ഇങ്ങനെ ഒരു പെട്ടി കൊണ്ട് വെക്കുന്നത്. അതെ. അത് ഒരു 10 അടി അകലത്തില് തേനീച്ച പെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തേനീച്ച ഇതായി. എത്ര വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്? ഞങ്ങള് സ്ട്രോബെറി ചെയ്തിട്ട് 10-12 വർഷമായിട്ട് ഞങ്ങൾ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന. മന്ത്രി സുനിൽകുമാർ അവരുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സ്ട്രോബെറി. ഇത് നമ്മുടെ കേരളത്തിന്റെ കേരളം തന്നെ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആണെന്ന്. ചെക്ക് പോസ്റ്റിന് താഴെയാണ്. അപ്പുറത്ത് ടോപ്പ് സ്റ്റേഷൻ അറിയില്ലേ? ടോപ്പ് സ്റ്റേഷന്റെ അങ്ങോട്ടാണ് തമിഴ്നാട്. അതെ. ഇങ്ങോട്ട് കേരളം. താമസം തുടങ്ങിയിട്ട് എത്ര ആളായി? ഇവിടെ തന്നെ ജനിച്ചോളൂ. അതുപോലെ കൃഷിയൊക്കെ അപ്പോഴേ കൃഷിയാ. അച്ഛനമ്മയൊക്കെ കൃഷി തന്നെയാണ്. ഞങ്ങളും കൃഷി. ഞാനൊരു ആശാവർക്കറാണ്. അവിടെ ഇല്ലാത്ത ഫീൽഡ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കും. വേറെ എന്തൊക്കെ കൃഷിയുണ്ട്? വേറെ വെജിറ്റബിൾസ് ഉണ്ട്. നമ്മളെല്ലാതൊക്കെ ഉഴുതിട്ടേക്കുന്നൊക്കെ വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയുള്ളതാ. എല്ലാം ഉണ്ട്. എല്ലാ കൃഷിയും ഉണ്ട്. പക്ഷെ എല്ലാരും ഇപ്പോഴാണ് കൃഷി ഇറക്കുന്ന സമയം. ഓണം ആകുമ്പോഴത്തേനും എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവും. ഷോപ്പിന്റെ പേരെന്തോ? മിസ്റ്റിക്കൽ സ്ട്രോബെറി ഫാം. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫ്രീ വിസിറ്റ് ആയിട്ട് വന്ന് നിങ്ങൾ കണ്ട് അതുപോലെ തന്നെ ജാം, സ്ട്രോബെറി ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോവാം. ഈ വള്ളി വരുന്നത് ഇത് ഇങ്ങനെ തൈയായിട്ട് വരും. ഇതാണ് ഈ മുറിച്ച് മാറ്റി തൈയായിട്ട് വെക്കുന്നത്. ഇതിന്റെ തൈയാണോ നടുന്നേ? ഈ വള്ളിയാ നടുന്നേ? വള്ളി ഇവിടുന്ന് പുറത്തുനിന്ന് ഞങ്ങൾ വരുമ്പോ ഒരു തയ്യ വാങ്ങിക്കുന്നേ. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പം വേരുണ്ടാവും. ഈ വേര് നമ്മൾ ഇവിടവും കണ്ടിച്ചിട്ട് ഇത് കുഴി കുത്തി വെച്ചാൽ മതി. അങ്ങനെയാണ് തൈകൾ ഒപ്പിക്കുന്നത്. അങ്ങനെ ഇതുണ്ടോ? നമുക്ക് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ അല്ലേ? അതെ. ആദ്യത്തെ അല്ലല്ല. പക്ഷെ ഇത് വന്ന് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുമ്പോ ഈ മണ്ണിൽ നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് അത്ര ഗുണം ഉണ്ടാവില്ല. ഇത് നോക്കി പരിപാലിക്കണം. കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിക്കുന്ന പിള്ളേരെ സംരക്ഷിക്കുന്ന പോലെ തന്നെ നോക്കണം. അങ്ങനെയാണെങ്കിലേ രക്ഷപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ
ഈ മണ്ണ് പറ്റാണ്ടിരിക്കാനും കളകൾ കയറാണ്ടിരിക്കാനാണ് ഈ മൾച്ചിങ് ഷീറ്റ് വിരിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ലേ? അതെ അതെ, ഇതാവുമ്പോൾ കഴുകാണ്ട് തന്നെ അപ്പൊ തന്നെ എടുത്ത് കഴിക്കാം. ആ, നമ്മളല്ലാതെ ഇതിനകത്ത് ഇവിടെ വളമൊക്കെ ഫുള്ള് വേപ്പൻ പിണ്ണാക്ക് നമ്മൾ വെള്ളത്തിൽ അലിയിച്ചിട്ട് അതാണ് സ്പ്രേ ചെയ്യുന്നത് ഈ കീടാണുക്കൾക്കൊക്കെ. വേപ്പിൻ പിണ്ണാക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ, പിന്നെ ചാണകവും. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വട്ടവടയിൽ വരുവാന്നുണ്ടെങ്കിൽ കൃഷികൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ്. ക്യാരറ്റ്, ക്യാബേജ്, ഈ ഒരു സ്ട്രോബെറി, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം എന്തായാലും മാക്സിമം നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കയറുക, നല്ല ഫ്രഷ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.